സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം നൽകിയ പരാതിയിൽ അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയുടേതാണ് ഉത്തരവ്. മന്ത്രി മാർച്ച് 29-ന് കോടതിയിൽ ഹാജരാകണം. ജി സുധാകരൻ സഹകരണ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗവും CPM ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന തോട്ടപ്പള്ളി സ്വദേശിനി നൽകിയ പരാതിയിലാണ് കേസെടുക്കാൻ കോടതി ഉത്തരവായത്. 2016 ഫെബ്രുവരി 28-ന് തോട്ടപ്പള്ളിയിൽ നടന്ന റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങിൽ മൈക്കിലൂടെ പൊതുവേദിയിൽ വെച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പ്രസംഗിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ന്യായാലയം കോടതിയിലേക്ക് കേസ് റഫർ ചെയ്യുകയായിരുന്നു. ഓമനക്കുട്ടൻ്റെ സാന്നിധ്യത്തില്ല, പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഇവരുടെ സാന്നിധ്യത്തിലാണ്. ഓമനക്കുട്ട ഇവളിപ്പോഴും ഈ പാർട്ടിയിലുണ്ടോ? അറിയാണ്, ഈ പാർട്ടിയിലുണ്ടോ? ഇവളിപ്പോഴും വെച്ചുകൊണ്ടിരുന്നാൽ ഈ പാർട്ടി നാടും നാറും. എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നപ്പം സാരി വീഴ്ത്തുകൊണ്ട് അങ്ങ് ഇറങ്ങുമായിരുന്നു. അവിടെ ഓഫീസിൽ എന്നിട്ട് അവിടെ വന്നിട്ട് വേറെ പണി എന്ന് വരെ പറഞ്ഞു. 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കേസാണിതെന്ന് ചൂണ്ടിക്കാട്ടി ന്യായാലയം കോടതി അമ്പലപ്പുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കേസ് കൈമാറി. വിഭാഗീയ പ്രശ്നങ്ങളാണ് മന്ത്രിയുടെ മോശം പെരുമാറ്റത്തിന് കാരണമെന്ന് പരാതിക്കാരിയുടെ ബന്ധുക്കൾ പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമം 509 വകുപ്പ് പ്രകാരം കേസെടുക്കാൻ ഉത്തരവിട്ട കോടതി മാർച്ച് 29-ന് കോടതിയിൽ ഹാജരാകാനായി സമൻസ് അയക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മീഡിയ 1 ആലപ്പുഴ.